ഒളിച്ചിരിക്കാം, പക്ഷേ കാലാകാലത്തേക്കല്ല. ഇരിക്കൂർ കുഞ്ഞാമന കൊലപാതക കേസിലെ പ്രതികൾ 10 വർഷത്തിനു ശേഷം ക്രൈംബ്രാഞ്ചിന്റെ പിടിയിൽ. പ്രതികളായ പർവീൻ ബാനു, സക്കീന ഫാത്തിമ എന്നിവരാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. 60 വയസ്സുള്ള കുഞ്ഞാമിൻ എന്ന സ്ത്രീയെ ക്രൂരമായി കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലാണ് ഇപ്പോൾ 10 വർഷത്തിന് ശേഷം പ്രതികൾ പിടിയിലാകുന്നത്. അജീഷ് ജയകുമാർ കണ്ണൂർ ജില്ല. അജീഷ്, വെറും 2 പവൻ സ്വർണത്തിന് വേണ്ടിയാണ് അതിക്രൂരമായി കൊലപാതകം നടത്തിയത്. ഈ 10 വർഷക്കാലം ഇവർ എവിടെ ഒളിവിലായിരുന്നു? എങ്ങനെയാണ് പ്രതികളിലേക്ക് വൈകിയ വേളയിലെങ്കിലും എത്താനായത്? സുഹേലെ, 2016 ഏപ്രിൽ 30-നായിരുന്നു ഇരിക്കൂർ സ്വദേശിയായിട്ടുള്ള കുഞ്ഞാമിനെ കൊലപ്പെടുത്തിയ ശേഷം ഈ രണ്ടുപേരും നാട് വിടുന്നത്. ഇവരെ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. ഇവർ ഈ കൊലപാതകത്തിന് ശേഷം, ഈ കൊലപാതകത്തിന് മുൻപ് ഇരിക്കൂറിലെ സിദ്ദിഖ് നഗർ എന്ന സ്ഥലത്താണ് കുഞ്ഞാമിനെ താമസിച്ചിരുന്നത്. അതിനടുത്താണ് ഇവർ വാടക വീടെടുത്തിരുന്നത്. ഇവിടെ ഒരു വസ്ത്രവ്യാപാരികൾ എന്ന വ്യാജേനയായിരുന്നു ഇവിടെ നാട്ടിലെത്തിയത്, കേരളത്തിലെത്തിയത്. അവിടെ താമസിക്കുകയായിരുന്നു. അതിനുശേഷം ഈ കുഞ്ഞാമിനിയെ അവരുടെ താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളുമായി ഇവർ നാടുകടക്കുകയായിരുന്നു. ഇവർ പല സംസ്ഥാനങ്ങളിലായി തന്നെയാണ് ഈ 10 വർഷം കഴിഞ്ഞിരുന്നത്. കേരളത്തിന് പുറമെ ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, UP, ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇവർ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അതും പല പേരുകളിൽ ഇവർ ഒളിവിൽ കഴിഞ്ഞിരുന്നതായിട്ടാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. മാത്രമല്ല, ഇവർക്ക് മലയാളം കൂടാതെ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഉൾപ്പെടെ 7 ഭാഷകൾ അനായാസം സംസാരിക്കാനും കഴിയുമായിരുന്നു എന്നും ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നു. 2024-ലാണ് ഇവർക്കുള്ള അന്തർ സംസ്ഥാന ബന്ധം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ കേസ് ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. അതിനുശേഷമാണ് പോലീസ് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതും ഇവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നതും. അങ്ങനെയാണ് ഇവരെ ഈ മധ്യപ്രദേശിൽ നിന്ന് പിടികൂടിയത്. അവിടുത്തെ പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് ഇവർ പിടികൂടിയത്. ഇവർ ഈ കൊലപാതകത്തിന് മുമ്പ് തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകൾ അടക്കം വിറ്റും മറ്റൊരാളുടെ പേരിൽ ഒരു സിം കാർഡ് എടുത്തതിന് ശേഷമാണ് ഈ കൊലപാതകം നടത്തുന്നത്. അത് ഈ സിം കാർഡ് എടുത്തത് പോലും ഈ സൗജന്യമായിട്ട് വസ്ത്രങ്ങൾ നൽകാമെന്ന് പറഞ്ഞാണ് ഈ സിം കാർഡ് എടുത്തത്. അങ്ങനെ വളരെ വിദഗ്ധമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയതും ആസൂത്രണം ചെയ്തതും അതിനുശേഷം രക്ഷപ്പെട്ടത്. എന്തായാലും ഈ പ്രതികളെ ഇപ്പോൾ കണ്ണൂരിൽ എത്തിച്ചിട്ടുണ്ട്, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്തതിലടക്കമുള്ള കാര്യങ്ങൾ നടത്തുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.